Hi dears, welcome back to Shikascafe. ഇന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാങ്ങ കൊണ്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്കൊരു 5 മിനിറ്റ് പോലും വേണ്ട. കാരണം അത്ര വേഗത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മളിത് നാടൻ മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ വലിയൊരു മാങ്ങയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിലേക്ക് നാടൻ മാങ്ങയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 3 എടുക്കണം. അപ്പോൾ മാങ്ങ നന്നായിട്ട് കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2.5 കപ്പോളം മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാങ്ങ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ എടുക്കുന്ന മാങ്ങൻ്റെ മധുരത്തിനനുസരിച്ചാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു 4 ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കാതെ വേണ്ട നമ്മളിത് അടിച്ചെടുക്കാൻ, നന്നായിട്ട് പേസ്റ്റാക്കി ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. മുഴുവൻ മാംഗോ പൾപ്പ് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നിർബന്ധമല്ല കേട്ടോ, ഓപ്ഷനിലാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ജീരകം പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏലക്കായ് ഇട്ട് കൊടുത്ത കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ നെയ്യും മാംഗോ പൾപ്പും ചെറിയ ജീരകവും ഉപ്പും എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മാംഗോ പൾപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദ നമ്മൾ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പകുതി മൈദ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൈദ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഗോതമ്പ് പൊടി എടുത്താൽ മതി. ഗോതമ്പ് പൊടിയാണെങ്കിലും നമ്മൾ 1 കപ്പ് തന്നെയായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ പകുതി മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള മൈദ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മൈദമാവ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, വെള്ളം കുറവുള്ള പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും നമ്മളിത് ഈ ഒരു മാംഗോ പൾപ്പിൽ വേണം മൈദമാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ്. വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൈദമാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ല, ഇതുപോലെ നല്ല തിക്കായിട്ടാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തേങ്ങ ചിരകിയതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നമ്മളൊരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തില്ലേ, ആ ഒരു നെയ്യിൽ ഈ ഒരു തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു നെയ്യോട് കൂടി തന്നെ ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ ചെറിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ മാവ് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഒരു 1/2 മണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല ഈ മാവ് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മാവ് നന്നായി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് മാവ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത്. നല്ല തിക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട, അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായി ചൂടായ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. നമുക്കിനി ഓരോ സ്പൂൺ മാവായിട്ട് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വെച്ചാൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ മാവ് ഇട്ട് കൊടുത്ത ശേഷം നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു എണ്ണ ഈ ഒരു മാവിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വരും കേട്ടോ, നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാൻ. എന്നാലും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പുറം ഭാഗമൊക്കെ ബ്രൗൺ കളറായി വരും, പക്ഷേ ഉൾഭാഗം കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് എടുത്ത ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടുതലായിട്ട് എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും.
അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് 5 ഇൻഗ്രീഡിയൻസ് ആണ്. മാങ്ങ, പഞ്ചസാര, മൈദ, അതുപോലെ തേങ്ങ, പിന്നെ ഏലക്കായ. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഞാനിതാ മുഴുവൻ മാവ് ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ കൊണ്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്നാക്ക് തണുത്തിട്ട് കഴിക്കാനാട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. തണുത്ത് കഴിയുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു മാങ്ങ കൊണ്ടുള്ള സ്നാക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളെ കയ്യിൽ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്